ഇണക്കിളിക്കൂട്ടം ഭാഗം 10. അനു കുളിച്ചു വരുമ്പോഴേക്കും ശിഖ ആവി പറക്കുന്ന ചായയുമായി മുറിയിലേക്ക് വന്നു. അവളെ കണ്ടതും അനു ചിരിച്ചു. കുളി കഴിഞ്ഞോ? ചൂടായിട്ട് ചായ അങ്ങ് കുടിച്ചേ, ക്ഷീണമൊക്കെ മാറട്ടെ, ശിഖ പറഞ്ഞു. അനു ചിരിച്ചുകൊണ്ട് ചായ വാങ്ങി. അനു ചേച്ചിയും കൂടി വരുന്നതെന്ന് കേട്ടപ്പോഴേ പേടിച്ച് വരച്ചിരിക്കുകയായിരുന്നു ഞാനും അമ്മയും. മുത്തശ്ശന് ദേഷ്യം വന്ന പിന്നെ ഇവിടെ ഉഗ്രതാണ്ഡവമായിരിക്കും നടക്കുക, ശിഖ പറഞ്ഞു. പക്ഷെ അതൊന്നും ഈ വരുണിനോട് ചിലവാവില്ല. വരുൺ അവിടേക്ക് വന്നു. ഓ, എത്തിയല്ലോ ഹീറോ. അതേടി, ഞാൻ ഹീറോ തന്നെ. അതല്ലേ ഭൂമകളും നീലകണ്ഠൻ വാലും മടക്കി അകത്തേക്ക് പോയത്. അങ്ങനെ മുത്തശ്ശനെ കൊച്ചാക്കിയൊന്നും വേണ്ട, ഇത്തിരി മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. മുത്തശ്ശനാളെ പാവാ, ശിഖ പറഞ്ഞു. അത് നേരാ. അപ്പച്ചിയുടെ ഓപ്പറേഷൻ കാര്യം പറഞ്ഞപ്പോഴേ പുള്ളിയൊന്ന് ആടി ഒലഞ്ഞിട്ടുണ്ട്. ഇനി നീ ചെന്ന് നല്ല 2 വാക്ക് പറഞ്ഞ സംഗതി ക്ലീൻ. അവൾ ഞെട്ടി. അയ്യോ, മുത്തശ്ശനോട് സംസാരിക്കാനോ? എനിക്ക് പേടിയാ, അവൾ പറഞ്ഞു. അങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. മുത്തശ്ശനെ ശരിക്കും അറിയാത്തത് കൊണ്ടാണ് ചേച്ചിക്ക് ഇങ്ങനെ തോന്നുന്നത്. ഒന്ന് പോയി ആ കാലിൽ വീണ് കരഞ്ഞാൽ മതി, അതോടെ തീരും ബാക്കിയല്ല, ശിഖ പറഞ്ഞു. എന്നാലും ഇല്ല. ഇന്ന് രാത്രി നീലകണ്ഠൻ്റെ മകളോടുള്ള ദേഷ്യമില്ല നമ്മൾ ഒഴുക്കിക്കളയുന്നു. ഓക്കെ, ശിഖ പറഞ്ഞു. ഓക്കെ, ഒരു നെടുവീർപ്പോടെ അനു പറഞ്ഞു. ചാരുകസേരയിൽ കണ്ണടച്ചിരുന്ന് കിടക്കുകയായിരുന്നു നീലകണ്ഠൻ. അപ്പോഴാണ് കാലിലൊരു തണുപ്പ് അനുഭവപ്പെട്ടത്. അയാളൊന്ന് പകച്ചു. കണ്ണു തുറന്നു നോക്കി. അയാളുടെ കാൽക്കീഴിൽ മുട്ടുകുത്തിയിരുന്ന് കരയുകയായിരുന്നു അനുരാധ. അയാൾ ചാടി എഴുന്നേറ്റു. ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നു. മുത്തശ്ശ, അവൾ എഴുന്നേറ്റു. മുത്തശ്ശൻ ഇപ്പോൾ എന്നോട് അമ്മയോട് ദേഷ്യമാണല്ലേ? അതിൽ അമ്മയ്ക്ക് ഒരിക്കലും മുത്തശ്ശനോട് ദേഷ്യം തോന്നിയിട്ടില്ല. മുത്തശ്ശൻ്റെ മനസ്സ് നോവിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിൽ എന്നും അമ്മയ്ക്ക് കുറ്റബോധമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ മരിച്ചപ്പോഴും ആരോരും ഇല്ലാത്ത തെരുവിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നപ്പോഴും അമ്മ ആരെയും പഴിച്ചിട്ടില്ല. ഇതെല്ലാം താൻ അനുഭവിക്കേണ്ടതാണെന്ന് പറഞ്ഞ് സ്വയം ശപിച്ചിട്ടേ ഉള്ളൂ. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീലകണ്ഠൻ്റെ മനസ്സ് ഒന്ന് പിടഞ്ഞു. വാതിൽക്കൽ നിന്ന് വരുണും ശിഖയും സീതയും തലനീട്ടി നോക്കി. വല്ലതും വർക്കൗട്ട് ആവുന്നുണ്ടോ ഏട്ടാ? ശിഖ ചോദിച്ചു. മുത്തശ്ശനൊന്നും പറയാതെ എല്ലാം കേട്ട് നിൽക്കുക. മഞ്ഞുമല ഉരുകുന്നുണ്ടെന്നാ തോന്നുന്നത്, വരുൺ പറഞ്ഞു. ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ എന്നും പറയാനും പറ്റില്ല, സീത പറഞ്ഞു. വരുണും ശിഖയും ഒന്ന് ഞെട്ടി സീതയെ നോക്കി. അന്ന് തുടർന്നു. മുത്തശ്ശ, ചെയ്ത തെറ്റിനുള്ള ശിക്ഷയല്ല ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും എൻ്റെ അമ്മയോട് ക്ഷമിച്ചൂടെ? അവൾ പൊട്ടിക്കരഞ്ഞു. നീലകണ്ഠൻ ആകെ ഒന്ന് പതറി. അയാൾ പതിയെ അവളുടെ നേരെ തിരിഞ്ഞു. മഞ്ഞുമല ഒരുക്കി മോനെ, ശിഖ സന്തോഷത്തോടെ പറഞ്ഞു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും ഒന്ന് സ്തംഭിച്ചു നിന്നു. നകുലനും വിനയും കയ്യും കെട്ടി അവരെ നോക്കും. കൊള്ളാം, ആ പാവം പെണ്ണിനെ പുലിമടയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് 3 കൂടി കണ്ട് രസിക്കുകയാണല്ലേ ദ്രോഹികളെ, നകുലൻ ചോദിച്ചു. പുലിയൊക്കെ എലിയാകും, ഇതേ കണ്ടോ, വരുൺ പറഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി. നീലകണ്ഠൻ പതിയെ അവളുടെ ശിരസിൽ കൈവച്ചു. അവളൊന്ന് പകച്ചു. പതിയെ മുഖമുയർത്തി നോക്കി. നിറക്കണ്ണുകളോടെ അയാൾ കൊച്ചുമക്കളെ നോക്കി. മുത്തശ്ശ, അവൾ ആഹ്ലാദത്തോടെ വിളിച്ചു. മോളെ, ഈ മുത്തശ്ശനോട് ക്ഷമിക്കും മോളെ. ഞാൻ ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ തെറ്റുക ചെയ്തു. നിന്നെ അമ്മയും ഒരുപാട് വേദനിപ്പിച്ചു. ക്ഷമിക്കും മോളെ. അവന് വിശ്വാസം വരാതെ അയാളെ നോക്കി. മുത്തശ്ശ, അവൾ സന്തോഷത്തോടെ വിളിച്ചു. അയാൾ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇനി മുതൽ നിങ്ങളിവിടെ പറഞ്ഞാൽ മതി. എല്ലാവരും അത് കേട്ടതും വായും പൊടിച്ചു നിന്നുപോയി. വരുണും ശിഖയും അതിയായ ആഹ്ലാദത്തോടെ പരസ്പരം നോക്കി. അപ്പം സംഗതി സക്സസ്. പിന്നീട് അങ്ങോട്ട് പൂമംഗലം തറവാട്ടിൽ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. ഓപ്പറേഷന് മുമ്പ് നീലകണ്ഠൻ മകളെ കാണാൻ ആശുപത്രി ചെന്നു. അച്ഛൻ്റെ കൈപിടിച്ച് അവൾ ഒരുപാട് കരഞ്ഞു. ഓപ്പറേഷന് ശേഷം സുധിയെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവരും സന്തോഷത്തോടെ ആ വീട്ടിൽ കഴിഞ്ഞു. സുധിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു തുടങ്ങി. പരസഹായമില്ലാതെ നടക്കാം എന്നായി. അനന്തുവിനും വേണിക്കും അപ്പച്ചി കാണണമെന്ന് തോന്നിയെങ്കിലും വീട്ടുകാരെ പേടിച്ച് അവർ ഒന്നിനും മുതിർന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അനുരാധ വല്ലാത്ത സങ്കടത്തിലായിരുന്നു. ദിവസം കുറേ ആയിരിക്കുന്നു അനന്തോട്ടിനൊന്ന് കണ്ടിട്ട്. ഒന്ന് ഫോൺ വിളിക്കാമെന്ന് കരുതിയാൽ പോലും പറ്റുന്നില്ല. അനന്തവേട്ടനെ കാണാൻ എന്താ ഒരു വഴി, അവൾ ആലോചിച്ചു. അപ്പോഴാണ് അപ്പുറത്തുനിന്ന് ഒരു സംസാരം കേട്ടത്. അന അവിടേക്ക് ചെന്നു. വരുൺ എങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നീ ഇതെങ്ങോട്ടാ വരുൺ? സീത ചോദിച്ചു. ചെറിയമ്മേ, ഞാൻ പറഞ്ഞിരുന്നില്ല ഞങ്ങൾ സന്ദീപ് സാറ് ഒരു അവാർഡ് കിട്ടിയ കാര്യം. സാറിന് വേണ്ടി ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്നാ, വരുൺ പറഞ്ഞു. ആഹാ, കൊള്ളാലോ. എത്ര മണിക്കാണ് ഫംഗ്ഷൻ? വൈകുന്നേരം 6 മണിക്കാണ് ഫംഗ്ഷൻ.
അനു എന്തോ ആലോചിച്ച്. പിള്ളേരല്ലെന്ന് പറയുമ്പോൾ അനന്തവേട്ടനെ കാണാതിരിക്കില്ല. ഇത് തന്നെ അവസരം. ടൗണിലായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ എങ്ങനെ വരനേട്ടനെ കൂടെ പോകും? അവൾ തല പുകയ്ക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ഐഡിയ തോന്നി. അവൾ പുറത്തേക്ക് വന്നു. വരണേട്ടാ അവൾ വിളിച്ചു. വരുണും സീതയും അവളെ നോക്കി. എന്തായാലും നല്ല ആളാണ്. എൻ്റെ ഡാൻസ് പ്രോഗ്രാമിലുള്ള ഡ്രസ്സും സാധനങ്ങളും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി. അടുത്ത ആഴ്ച എൻ്റെ ഡാൻസ് പ്രോഗ്രാം. എനിക്ക് ഇന്ന് തന്നെ എല്ലാം വാങ്ങിത്തരണം. അവൾ തറപ്പിച്ചു പറഞ്ഞു. എടി ഞങ്ങൾ ഫംഗ്ഷന് പോവുക. നാളെ പോയി നമുക്ക് സാധനങ്ങൾ വാങ്ങാം. അത് പറ്റില്ല. നാളെ മുതൽ എനിക്ക് ഒഴിവില്ല. ഇന്നേ ലീവുള്ളൂ. വന്നിട്ട് ടൗണിലേക്കല്ല പോകുന്നത്. ഞാൻ കൂടെ വരാം. അവിടെ നിന്നാകുമ്പോൾ നല്ല സാധനങ്ങൾ നോക്കി വാങ്ങാം അങ്ങനെ പറഞ്ഞു. എടി അത് ശരിയാവില്ല. ഞാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിനൊപ്പം. അവരുടെ കൂടെ എങ്ങനെ നിന്നെ കൊണ്ടുപോകുന്നത്? വരുണൻ്റെ ചോദ്യം കേട്ട് അവളുടെ മുഖം വാടി. ഓ ഞാനത് മറന്നു. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാർ, വലിയ പഠിപ്പും പത്രാസും ഉള്ളവർ. അവരുടെ കൂട്ടത്തിൽ എന്നെ കൊണ്ട് നിർത്താൻ നാണക്കേടായിരിക്കും അല്ലേ? അപ്പച്ചിയുടെ മോളാണെന്ന് പറഞ്ഞാൽ അവർ കളിയാക്കിയാലോ? ഞാനത് ഓർത്തില്ല. സോറി. അവൾ വിഷമത്തോടെ പറഞ്ഞു. വരണൊന്ന് വല്ലാതായി. അപ്പോൾ വിനയനും നകുലനും നീലകണ്ഠനും അവിടേക്ക് വന്നു. എന്താ ഇവിടെ ഒരു ചർച്ച? വിനയൻ ചോദിച്ചു. ഒന്നുമില്ല മുത്തച്ഛ. ഞാൻ ചെറിയ തെറ്റ് ചെയ്തു പോയി. നമ്മുടെ തെളിവ് വില ഓർക്കാതെ ഒരു കാര്യം പറിച്ചു പോയി. അവൾ വരുണിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ തുറച്ചു നോക്കി. എന്ത്? നീ ഒന്ന് തെളിച്ച് പറ. ഒന്നുമില്ല അച്ഛ. അടുത്ത ആഴ്ച ഇവളുടെ ഡാൻസ് പ്രോഗ്രാം അല്ലേ? അതിനുള്ള സാധനമൊക്കെ ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് തന്നെ വേണമെന്നാണ് ഇവളെ പറഞ്ഞു. അതിലെന്താ, നീ ഇവളെയും കൂട്ടിക്കൊണ്ടുപോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തോ? വിനയം പറഞ്ഞു. അച്ഛൻ ഞാൻ പറഞ്ഞതല്ലേ സന്ദീപ് സാറിന് ഒരു ഗെറ്റ് ടുഗദർ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒരുക്കിയിട്ടുണ്ടെന്ന്. അതിന്നാ. ഞാൻ അതിന് പോവുകയാണ്. അവിടെ ഇവളെയും കൂട്ടി പോയാൽ ശരിയാവില്ല. എനിക്കവിടെ ഒത്തിരി തിരക്കുണ്ടാവും. അതിനിടയിൽ ഇവളെ നോക്കാൻ പറ്റിയെന്ന് വരില്ല. അത് പറഞ്ഞു തന്നെ അവൾ വേറെ അർത്ഥത്തിലെടുത്തത്. വരൺ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് കയ്യും പിടിച്ച് നടക്കാൻ ഇവളെ കൊച്ചുകുട്ടി എന്നല്ലല്ലോ. അവൾ അവിടെ എവിടെയെങ്കിലും ഇരുന്നോളൂ. നകുലൻ പറഞ്ഞു. അതെ, മാത്രമല്ല ഇത് നിങ്ങൾ ആൺകുട്ടികൾ മാത്രം നടത്തുന്ന ഫംഗ്ഷനല്ലോ. പെൺകുട്ടികളും കാണില്ലേ? അവരുടെ കൂടെ ഇവളെ നിർത്തിയാൽ പോരെ? വിനയൻ ചോദിച്ചു. വേണ്ട വിരമാവ, എനിക്ക് വേണ്ടി ആരോടും നിങ്ങൾ അപേക്ഷിക്കണ്ട. ഞാൻ കാരണം ആരും നാണം കേടണ്ട. ഞാൻ എങ്ങോട്ടുമില്ല. അവൾ വിഷമത്തോടെ പറഞ്ഞു. ഡി മതി ഓവറാവുന്നുണ്ട്, വാ. അവൻ പറഞ്ഞു. അവൾ അനങ്ങാതെ അവിടെ തന്നെ നിന്ന് വടഞ്ഞു ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് നടന്നു. അവനെ സന്തോഷത്തോടെ ചിരിച്ച്. അത് കണ്ട് എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരി വിടർന്നു. പ്രതീക്ഷയുടെ ഒരു ചിരി. വരുണും അനുവും കാറിൽ കയറി. വരുൺ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അല്ല വരണേട്ടാ, അനന്തവരനും വീണിയില്ലേ? അവന് ചോദിച്ചു. ഉണ്ട്. അവരാൾത്തറയിൽ നിൽക്കുന്നുണ്ടാവും അല്ലേ? അവരൊക്കെ നേരത്തെ പുറപ്പെട്ടു. അപ്പം നമ്മുടെ കൂടെ വരുന്നില്ലേ? അതെന്ത് പറ്റി? വരണൊന്ന് പുഞ്ചിരിച്ചു. ഇവിടെ വന്നിറങ്ങിയ ദിവസം വീണിയും അനന്തൂനെയും ഞാൻ ആ തേവർമഠത്തിൽ ഡ്രോപ്പ് ചെയ്തത്. അതിന് ഞങ്ങൾക്ക് 2 തറവാട്ടിൽ നിന്ന് വയറ് നിറച്ച് കിട്ടി. ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വണ്ടി റെഡിയാക്കിയിട്ട് ഡ്രൈവറെയും പറഞ്ഞ് നിർത്തിയത്ര. ഇല്ലെങ്കിൽ അവർ എൻ്റെ കൂടെ വരുന്നത് അവർക്കറിയാം. അങ്ങനെ നിരാശയോടെ സീറ്റിലേക്ക് ചാരിയിരുന്നു. അനന്തവേട്ടനെ കാണാമെന്ന് കരുതിയ വരേണ്ടപ്പോൾ വന്നത്. പക്ഷെ ഇപ്പോൾ സാരമില്ല, അവിടെ ചെന്നിട്ട് കാണാമല്ലോ, അവൾ മനസ്സിലോർത്തു. ഹോട്ടലിലെ ഹാളിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വിദ്യാർത്ഥികളെല്ലാം ഒത്തുകൂടി. അല്ലാനെന്തോ വരുണെവിടെ? അവനിതൊരു കണ്ടില്ലല്ലോ. റഹീം ചോദിച്ചു. അതെ, സാധാരണ നിങ്ങൾ ഒന്നിച്ചല്ലേ വരാറ്? അവൻ വന്നുകൊണ്ടിരിക്കുക അനന്ത് പറഞ്ഞു. വേണിയും വരുണിനെ കാണാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. രസ്നയും നിവേദിയും അവിടേക്ക് വന്നു. എന്താ മോളെ ഒരു വിഷമം പോലെ? രസ്ന കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. പ്രിയതമ വന്നില്ല അല്ലേ? ഒന്ന് പൊടി, വേണി നാണത്തോടെ പറഞ്ഞു. അല്ല, പറഞ്ഞതുപോലെ വരുണെന്താ നിങ്ങളുടെ കൂടെ വരാതിരുന്നത്? നിങ്ങൾക്കറിയാവുന്നതല്ലേ കാര്യങ്ങൾ. ഒപ്പമാണ് ഞങ്ങൾ വന്നതെങ്കിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ഒരു ഭൂകമ്പം തന്നെ പ്രതീക്ഷിക്കാം. വെറുതെ എന്തിനാ വീട്ടുകാരുടെ പ്രഷർ കൂട്ടുന്നു? വേണി പറഞ്ഞു. അപ്പോൾ ഡോർ കടന്ന് വരുൺ വന്നു. വരുൺ വന്നു. അത് കേട്ട് സന്തോഷത്തോടെ വേണി തിരിഞ്ഞു നോക്കി. അവനോടൊപ്പം അനുരാധയെ കണ്ട് അവളുടെ മുഖത്ത് ചിരി മാഞ്ഞു. വാതിൽ പതിയെ തുറന്നതും അനു ഒന്നും ഞെട്ടി. പേടിച്ചവൾ വരുണിൻ്റെ കൈ ചുറ്റിപ്പിടിച്ചു. അവൻ അതൊന്നും കാര്യമാക്കാതെ അവളുടെ കയ്യും പിടിച്ച് കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു. വേണി ദേഷ്യത്തോടെ മുഖം തിരിച്ചു നിന്നു. വരുണിനൊപ്പം അനുവിനെ കണ്ട് അനന്തു ഒന്ന് പകച്ചു. കൂട്ടുകാരെല്ലാം അമ്പരപ്പോടെ അവരെ നോക്കി. ഏതാണേ വരുണിനപ്പോൾ ഒരു പച്ചക്കിളി? ജസ്ന ചോദിച്ചു. അത് കേട്ട് വേണിക്ക് ദേഷ്യം വന്നു. അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടും അവനൊന്നും പ്രതികരിക്കുന്നുണ്ടല്ലോ. എന്താ വേണി, നിൻ്റെ കാര്യം കോപിയായോ? കൂട്ടുകാർക്ക് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ടാത്തൊന്നും പറയണ്ട, അത് വരുണേട്ടൻ്റെ അപ്പച്ചിയുടെ മകളാണ്.
എൻ്റെ കൂട്ടുകാരി കൂടിയാണ് അനുരാധ, വേണി പറഞ്ഞു. ഓ, അപ്പോൾ വരുന്നതിൻ്റെ മറപ്പന്നല്ലേ? വീണി ദേഷ്യത്തോടെ കൂട്ടുകാരികളെ തുറച്ചു നോക്കി. പിന്നെ തിരിഞ്ഞു നടന്നു. കൂട്ടുകാരികൾ അത് കണ്ട് ചിരിച്ചു. പാവം. തുടരും.